ഹായ് ഓൾ, നമ്മൾ ഇന്ന് ക്ലാസ് 8ന്റെ ചാപ്റ്റർ 4 ക്വാഡ്രിലാറ്ററൽസ് ആണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഡിഡക്ഷൻ 5. ഈ ഡിഡക്ഷൻ 5 പറയുന്നത് വാട്ട് ഷുഡ് ബി ദ ആംഗിൾ ഫോംഡ് ബൈ ദ ഡയഗണൽസ്. നമുക്കിവിടെ സ്ക്വയറിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്ക്വയറും റെക്റ്റാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, റെക്റ്റാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും, ഡയഗണൽസ് ഈക്വൽ ആണ്. സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി തെളിയിക്കണം. ഈ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെ ആംഗിൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ എല്ലാ ആംഗിളും എത്രയായിരിക്കും വന്നത്? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കുക. ഈ ABCD എന്ന് പറയുന്ന ഈ സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയഗണല് AC-യും BD-യും വരയ്ക്കുമ്പോൾ 4 ട്രയാങ്കിൾ കിട്ടും. ഇതൊരു ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇത് മൂന്നാമത്തെ ട്രയാങ്കിൾ, ഇത് നാലാമത്തെ ട്രയാങ്കിൾ. അപ്പം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ 1ഉം 2ഉം എന്താണെന്ന് തെളിയിച്ചാൽ മതി? കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചാൽ മതി. അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന ട്രയാങ്കിൾ BOA, പിന്നെ എടുക്കുന്ന ട്രയാങ്കിൾ BOC. അപ്പോൾ ട്രയാങ്കിൾ BOA-യും ട്രയാങ്കിൾ BOC-യും നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് നോക്കുക ഏതൊക്കെ സൈഡ്സുകൾ ഈക്വൽ ആണ്. BO എന്ന് പറയുന്നത് BO-നോട് ഈക്വൽ ആണോ? കാരണം എന്താ? ഇത് കോമൺ സൈഡാണ്, രണ്ട് ട്രയാങ്കിളിനും കൂടി കോമൺ ആയിട്ടുള്ള സൈഡാണ് BO. അപ്പോൾ നമുക്ക് BO ഈക്വൽ ടു BO എന്ന് എഴുതാം. പിന്നെ നമുക്ക് എഴുതാലോ ഈ CO ഈസ് ഈക്വൽ ടു AO എന്ന്. കാരണം എന്താ? ഡയഗണൽസ് എങ്ങനെയാണ്? ബൈസെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ AO 5 സെന്റിമീറ്റർ ആണെങ്കിൽ CO-യും 5 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് എസുകൾ കിട്ടി. ഇനി നോക്കിയൊക്കെ, ഇതൊരു സ്ക്വയർ അല്ലേ? സ്ക്വയർ ആയതുകൊണ്ട് AB ആരോട് ഈക്വൽ ആയിരിക്കും? CB-നോട് ഈക്വൽ ആയിരിക്കും. സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് SSS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. 1ഉം 2ഉം കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് CPCT അനുസരിച്ച് അതിന്റെ ആംഗിളിനെ പറ്റി എന്ത് പറയാം? അവിടുത്തെ ആംഗിൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവിടുത്തെ ആംഗിൾ ഏതാ നോക്കിക്കേ? ആംഗിൾ BOA. അപ്പം ഈ ആംഗിളും അതുപോലെ തന്നെ ആംഗിൾ BOC എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? കോൺഗ്രുവൻസിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് CPCT വെച്ച് നമുക്ക് പറയാം ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. സിൻസ് ആംഗിൾസ് ആർ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാംഗിൾ. പിന്നെ ഈ AO എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? സ്ട്രെയിറ്റ് ലൈൻ ആണ് എങ്കിൽ AOC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും വന്നത്? 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾ AOBയും ആംഗിൾ COBയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇതിൻ്റെ അകത്ത് ഈ രണ്ട് ഈക്വലും ആലോ? AOB എഴുതിയാലും BOA എഴുതിയാലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ COB എഴുതിയാലും BOC എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 ടൈംസ് ആംഗിൾ AOB എന്ന് പറയുന്നത് എത്രയാന്ന് എഴുതാം? 180 ഡിഗ്രി ആന്ന് എഴുതാം. അപ്പൊ ആംഗിൾ AOB എത്രയാന്ന് നമുക്ക് കിട്ടും? ആംഗിൾ AOB 180 ഡിവൈഡഡ് ബൈ 2 ആന്ന് കിട്ടും. 180 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രി. ആംഗിൾ AOB 90 ഡിഗ്രി ആന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOC എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം രണ്ട് ഈക്വൽ ആണ്. CPCT അനുസരിച്ച് ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഇത് 90 ഡിഗ്രി. അല്ലെങ്കിൽ നമുക്ക് ലീനിയർ പെയർ ആണെങ്കിലും കൊടുക്കാം. മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ഇതും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഡയഗണൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെ എല്ലാ ആംഗിളും എത്രയാന്ന് കിട്ടി? 90 ഡിഗ്രി ആന്ന് കിട്ടി. These angle have to be 90 degree each. എല്ലാം എത്ര വീതം വെച്ച് വേണം? 90 ഡിഗ്രി വേണം. അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു സ്ക്വയറിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ബൈസെക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ബൈസെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും ബൈസെക്ട് ചെയ്യുന്നത്. The diagonals of a square bisect each other at right angles. This means that diagonal have to be drawn such that they are of equal length. നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽ എങ്ങനെയായിരിക്കണം? ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അത് ബൈസെക്ട് ചെയ്യണം അറ്റ് റൈറ്റ് ആംഗിൾസ്. Since the endpoints of the diagonal uniquely determines the vertices of a quadrilateral,
we will get a square when the diagonals are joined this way. അപ്പൊ ഇത് ഓൾറെഡി ഇതിന്റെ ഡയഗണൽസ് രണ്ടും എങ്ങനെയാണ്? ഈക്വൽ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഇത് കട്ട് ചെയ്യുന്നതും 90 ഡിഗ്രിയിലാണ്. അപ്പൊ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ വെർട്ടീസസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എന്തേ കിട്ടുള്ളൂ? സ്ക്വയറേ കിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യൂസിംഗ് ദിസ് ഫാക്ട് കൺസ്ട്രക്ട് എ സ്ക്വയർ വിത്ത് ഡയഗണൽ ഓഫ് 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡയഗണൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 8 സെന്റിമീറ്റർ ലെങ്ത് എടുക്കുക. 8 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ സ്കെയില് നമ്മൾ 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഡയഗണൽ എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡയഗണലിന്റെ ഒന്നുകിൽ ഇത് എ സി എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എ സിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും എന്നത്. ഇനി എന്ത് ചെയ്യുക? കോമ്പസ് ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കോമ്പസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്നും കോമ്പസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്നും കോമ്പസിന്റെ ടിപ്പ് വെച്ച് ഇവിടെ ആർക്ക് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. അപ്പൊ ഇത് കറക്റ്റ് ഇതിന്റെ നടുക്കേക്കടെ ആയിരിക്കും പോകുന്നത്. ഈ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ തന്നെ പോണം കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് പോകണം. ഈ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ സ്കെയിലും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് കറക്റ്റ് ജോയിൻ ചെയ്യാം കേട്ടോ. ഇത് 4 സെന്റിമീറ്ററിന്റെ നടുക്കേക്കടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇതും 4 സെന്റിമീറ്റർ കിട്ടും, ഇതും 4 സെന്റിമീറ്റർ കിട്ടും. ഇനി ഇതും 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു നീളത്തിലുള്ള ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും വരുന്നത്. കട്ട് ചെയ്യുന്നത് 90 ഡിഗ്രി, കട്ട് ചെയ്യുന്നത് ഇതിന്റെ നടുക്കക്കടെയാണ് മാത്രം. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് സ്കെയിലിൽ നമ്മൾ 4 സെന്റിമീറ്റർ എവിടെയാ വന്നേന്ന് അളക്കുക. ചിലപ്പോൾ ഇത് ഇവിടെ ആയിരിക്കും 4 സെന്റിമീറ്റർ വന്നെ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ടേക്കും 4 സെന്റിമീറ്റർ അളക്കുക. അപ്പൊ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ 4 സെന്റിമീറ്റർ വന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് ജോയിൻ ചെയ്യുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ലൈൻ കിട്ടും. അതുപോലെ തന്നെ അടുത്തതും ജോയിൻ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ ആയിരിക്കും ABCD. ഇത് ഞാൻ ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ കിട്ടുന്ന പെർപെൻഡിക്കുലർ വരച്ചാലാണ് ഇവിടെ നമുക്ക് 90 ഡിഗ്രി കിട്ടുള്ളൂ. അപ്പൊ ഇതുമെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ സ്കെയില് നമ്മൾ എന്ത് ചെയ്യണം? 4 സെന്റിമീറ്റർ അളക്കണം. എന്നാലാണ് ഡയഗണൽ രണ്ടും ഈക്വൽ ആയിട്ടുള്ള 8 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എ സ്ക്വയർ. Since a square is a special type of rectangle, all the properties of the rectangle hold true for square. സ്ക്വയറിന് എന്ത് തന്നെയായിരിക്കും? ഈ റെക്ടാങ്കിളിന് പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും അതിന് ട്രൂ ആയിരിക്കും. ഇതിലെ ഫസ്റ്റ് കേസ് പറയുന്നത് പ്രോപ്പർട്ടി 1 പറയുന്ന ഓൾ സൈഡ്സ് ഓഫ് എ സ്ക്വയർസ് ആർ ഈക്വൽ ടു ഈച്ച് അതർ. അത് നമുക്കറിയാം, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഈ സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? അത് പാരലൽ ആയിരിക്കും. പിന്നെ പറയുന്നത് ആംഗിൾസ് ഓഫ് എ സ്ക്വയർ എത്രയായിരിക്കും വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ 4 സൈഡിലും ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ലെങ്ത് ആയിരിക്കും. അവർ ബൈസെക്ട് ചെയ്യുന്നത് എത്ര വീതം വെച്ചായിരിക്കും? 90 ഡിഗ്രി വീതം വെച്ചായിരിക്കും. ഇതാണ് 4 പ്രോപ്പർട്ടി. ഇനി ഇതിന്റെ കൂടെ ഒരു പ്രോപ്പർട്ടിയും കൂടി വരുന്നുണ്ട്. ദർ ഈസ് വൺ മോർ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് എ സ്ക്വയർ. അപ്പൊ 4 പ്രോപ്പർട്ടിയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. പ്രോപ്പർട്ടി 1, പ്രോപ്പർട്ടി 2 അങ്ങനെ. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടിയില് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയില് സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ്? പാരലൽ ആണ്.
പിന്നെ ആംഗിൾസ് ഓഫ് എ സ്ക്വയർ എത്രയാണ് വരുന്നത്? എല്ലാം 90 ഡിഗ്രി ആണ് വരുന്നത്. പിന്നെയോ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ലെങ്ത് ആണ്. അതുപോലെ തന്നെ അത് ബൈസെക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3 ആൻഡ് ആംഗിൾ 4? ഈ സ്ക്വയറിൽ 4 ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും ആംഗിൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ അകത്ത് എല്ലാ ആംഗിളും എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ADC എന്ന് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ADC ആരൊക്കെ കൂടി ചേരുമ്പോഴാണ് കിട്ടണേ? ആംഗിൾ Dയും ആംഗിൾ 1ഉം ആംഗിൾ 3യും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ട്രയാങ്കിൾ ADC കിട്ടണം. ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് അതിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് 3 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് നമുക്കറിയാം ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന് നമുക്ക് 90 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പൊ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി എന്ത് ചെയ്യാം? ഈ പ്ലസ് 90നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 180 മൈനസ് 90 എന്ന് വരും. 180 മൈനസ് 90 എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ 1ഉം ആംഗിൾ 3യും കൂടി നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതിന്റെ സൈഡ്സിന് വല്ല പ്രത്യേകത ഉണ്ടോ നോക്കിക്കേ. DC എന്ന് പറയുന്ന സൈഡും AD എന്ന് പറയുന്ന സൈഡും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട് അത് ഈക്വൽ ആയത്? സ്ക്വയർ ആയതുകൊണ്ട്. സ്ക്വയർ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയില്ലേ? ട്രയാങ്കിൾ ADC ഐസോസ്ലസ് ട്രയാങ്കിൾ ആയില്ലേ? ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. AD എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ 3. അതുപോലെ തന്നെ DC എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ 1. അപ്പൊ ഇവര് രണ്ടുപേരും എന്തായേ പറ്റുള്ളൂ? ഈക്വൽ ആയേ പറ്റുള്ളൂ. ആംഗിൾ 1ഉം ആംഗിൾ 3യും ഈക്വൽ ആവണം. അപ്പൊ ഈ ആംഗിൾ 3ക്ക് പകരം നമുക്ക് എന്ത് എടുക്കാം? 2 ടൈംസ് ആംഗിൾ 1 ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പൊ ആംഗിൾ 1 എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? 90 ഡിവൈഡഡ് ബൈ 2 ആന്ന് കിട്ടും. 90 ഡിവൈഡഡ് ബൈ 2 എത്രയാ വന്നെ? 45 ഡിഗ്രി ആയിരിക്കും വന്നത്. അപ്പോ ഇവിടെ കിടക്കണ ഈ ആംഗിൾ 1 എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. ആംഗിൾ 3 എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ടോട്ടൽ ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ 2 എത്ര തന്നെയായിരിക്കണം? 45 തന്നെയായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ കിടക്കണ ആംഗിൾ 4 എന്ത് തന്നെ വരണം? 45 തന്നെ വരണം. കാരണം എന്നാലാണ് ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? 90 ഡിഗ്രി കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് അഞ്ചാമത്തെ പ്രോപ്പർട്ടി കിട്ടി. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്നാ വന്നത്? ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ഡിവൈഡ്സ് ദ ആംഗിൾ ഓഫ് ദ സ്ക്വയർ ഇൻടു ഈക്വൽ ഹാഫ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കടെ സ്ക്വയറിന്റെ ഡയഗണൽസ്, ഇവിടുത്തെ ഡയഗണൽ എന്ന് പറയുന്നത് ഏതാണ്? AC എന്ന് പറയുന്ന ഡയഗണലാണ്. ഈ ഡയഗണല് ആംഗിൾസിനെ ഈക്വൽ ഹാഫ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇപ്പുറം 45 ആണെങ്കിൽ ഇപ്പുറം എന്ത് തന്നെ കിട്ടും? 45 കിട്ടും. അപ്പൊ ദിസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ബൈസെക്ട്സ് ദ ആംഗിൾ ഓഫ് ദ സ്ക്വയർ. അപ്പൊ ഡയഗണൽസ് എന്ത് ചെയ്യുന്നു? ഈ സ്ക്വയറിന്റെ ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡയഗണൽസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റൈറ്റ് ആംഗിളിലായിരിക്കും. അതുപോലെ തന്നെ ഡയഗണൽസ് സ്ക്വയറിന്റെ ആംഗിൾസിനെ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത്? റൈറ്റ് ആംഗിൾ തന്നെയായിട്ട് ഈക്വൽ ഹാഫ് ആയിട്ടായിരിക്കും. റൈറ്റ് ആംഗിളിന്റെ ഹാഫ് ആയിട്ട് 90 ഡിഗ്രിയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആയിട്ടായിരിക്കും അത് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിടെ ഫിഗർ ഇറ്റ് ഔട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ബാക്കിയത്തെ പോർഷനും കൂടി നോക്കാം. ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ. ഇത് എളുപ്പമായിട്ടുള്ളതാണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ with 3 angles equal to 90 degree and the fourth angle not equal to 90 degree? നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആംഗിൾ എത്രയാണ് വരുന്നത്? ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ല, ബാക്കിയത്തെ എല്ലാ ആംഗിളും എത്ര വീതം വെച്ച് വരും? 90 ഡിഗ്രി ആയിട്ട് വരും. പോസിബിൾ ആണോ? അത് പോസിബിൾ അല്ല, കാരണം അത് തെളിയിക്കാൻ പോവുകയാണ്. യു മൈറ്റ് ഹാവ് ഒബ്സർവ് ത്രൂ ദ കൺസ്ട്രക്ഷൻ ദാറ്റ് ദിസ് മേ നോട്ട് ബി പോസിബിൾ. ബട്ട് വൈ നോട്ട്? അതിനൊരു റീസൺ വേണമല്ലോ. This is due to a general property of quadrilateral related to the angles. നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത അറിയാലോ. എന്നതാ അതിന്റെ ജനറൽ പ്രോപ്പർട്ടി? എന്നാ? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്നാ പറയുന്നത്? ഒരു
ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. നമുക്കറിയാം ട്രയാങ്കിളിന്റെ സം എന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. There is a similar regularity in the sum of the angles of a quadrilateral. എല്ലായിടത്തും ഇത് ട്രൂ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുകയാണ്, SOME. ഇവിടെ SOME എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ എടുക്കണം. അതിൻ്റെ അകത്ത് നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും. ട്രയാങ്കിൾ SCM-ഉം, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ. പിന്നത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ SOM. ഇതിൻ്റെ അകത്ത് 1ഉം 2ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതുപോലെ തന്നെ ഈ 3 ആംഗിൾ 4, 5, 6 ഈ 3 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇനി ഈ 6 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പെയർ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 3 ആംഗിൾ ഉറപ്പായിട്ട് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് 3 ആംഗിൾ കൺസിഡർ ചെയ്യാം. 1ഉം 4ഉം ഒരു പെയർ ആയിട്ട് എടുക്കും, 3ഉം 6ഉം ഒരു പെയർ ആയിട്ട് എടുക്കും, 2ഉം 5ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. അപ്പൊ ഇതെന്തായാലും ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 90 ഡിഗ്രി വരും. ഇതും 90 ഡിഗ്രി വരും, ഇതും 90 ഡിഗ്രി വരും. ഈ ആംഗിൾ നമുക്ക് അറിയാൻ പാടില്ല എന്നിരിക്കട്ടെ, ആംഗിൾ 2 നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എത്ര വേണം? 360 ഡിഗ്രി വേണം. ആംഗിൾ 1ഉം ആംഗിൾ 4ഉം ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ആംഗിൾ 5നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. പിന്നെ ആംഗിൾ 3ഉം ആംഗിൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഒരു ആംഗിളും കൂടി ഉണ്ടല്ലോ, ആംഗിൾ 2. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടുകയും വേണം. ആംഗിൾ 1ഉം ആംഗിൾ 4ഉം നമുക്കറിയാം ഏതെങ്കിലും 3 ആംഗിൾ 90 ഡിഗ്രി അയച്ചാൽ മതി. അപ്പൊ ഈ 1ഉം 4ഉം ആഡ് ചെയ്യുന്നതിനെ 90 ആയിട്ട് എടുത്തു. ആംഗിൾ 5നെ നമ്മൾ 90 ആയിട്ട് എടുത്തു. ആംഗിൾ 3ഉം 6നെ നമ്മൾ 90 ആയിട്ട് എടുത്തു. പക്ഷെ നമ്മൾ ആംഗിൾ 2നെ എത്രയാണെന്ന് അറിയില്ല, അത് അതുപോലെ തന്നെ എടുത്തു. ഇനി ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര തന്നെ? 90 + 90 180, 180 + 90 270. അപ്പൊ ആംഗിൾ 2 എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ? 360 - 270. 360 - 270 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആംഗിൾ 2ഉം എന്തായേ പറ്റുള്ളൂ? 90 ഡിഗ്രി ആയേ പറ്റുള്ളൂ. സം ഓഫ് 3 ആംഗിൾസ് ഓൾറെഡി 270 കിട്ടും. 4th ആംഗിളിനെ എക്സ് ആയിട്ട് എടുത്താലും നമുക്ക് എന്ത് കിട്ടണം? 4th ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് ഇനി അതിനെ വേറെ മാറ്റിയൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്താണ്? സം ഓഫ് ഓൾ ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ എത്രയാണ് വരുന്നത്? 360 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ദിസ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ക്വാഡ്രിലാറ്ററൽ ടു ഹാവ് 3 റൈറ്റ് ആംഗിൾസ് വിത്ത് 4th ആംഗിൾ നോട്ട് റൈറ്റ് ആംഗിൾ. 4th ആംഗിൾ റൈറ്റ് ആംഗിൾ ആയേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. ഇനി മോർ ക്വാഡ്രിലാറ്ററൽ വിത്ത് പാരലൽ ഓപ്പോസിറ്റ്. റെക്ടാംഗിൾസ് ഹാവ് ആൻഡ് therefore squares have parallel opposite sides. അത് നമുക്കറിയാലോ. 2 സ്ക്വയർ വരച്ചാലും അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ 2 ലൈൻ വരച്ചാലും എപ്പോഴും ഇത് എങ്ങനെയായിരിക്കും? പാരലലും ആയിരിക്കും. അതുപോലെ തന്നെ അത് ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. Are there quadrilateral that have parallel opposite sides that are not rectangle? ഇത് പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, പക്ഷെ അത് റെക്ടാംഗിൾ അല്ലാത്ത ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ? ലെറ്റ് us try constructive one. നമുക്ക് അങ്ങനത്തെ ഒരെണ്ണം കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. This can be easily done by drawing 2 pair of parallel lines, ensuring that they do not meet at right angle. റൈറ്റ് ആംഗിൾ അല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ചെരിച്ചൊന്ന് വരച്ചു നോക്കുക. ഇഷ്ടമുള്ള രീതിയിൽ 2 ലൈൻ വരച്ചു നോക്കുക. ചെരിച്ചു വരച്ചു നോക്കുക. ഇവിടെ construct such a figure by recalling how parallel lines can be constructed using a ruler and a set square or a compass and a ruler. എങ്ങനെ നമുക്ക് ഒരു പാരലൽ ലൈൻസ് വരയ്ക്കാൻ നോക്കാം. ഇവിടെ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. നമ്മൾ സ്കെയിൽ വെച്ച് റൂളർ വെച്ച് ഇതിന്റെ അപ്പുറത്തെ സൈഡും ഒരു റൂളറിന്റെ ഈ 2 സൈഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പാരലൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെരിച്ചാണെങ്കിലോ റൂളർ വരയ്ക്കാമല്ലോ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ 2 റൂളറിന്റെ 2 സൈഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിന്റെ പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഇറ്റ് ഹാസ് എ പാരലൽ ഓപ്പോസിറ്റ് സൈഡ്. AB എന്ന് പറയുന്നത് DC എന്ന് പറയുന്നത് പാരലൽ ആണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുവാണ്. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് റെക്ടാംഗിൾ അല്ല. റെക്ടാംഗിൾ ആവണമെങ്കിൽ ഇവിടെ എത്ര ആംഗിൾ വേണം? 90 ഡിഗ്രി വേണം. 90 ഡിഗ്രി ആയാൽ മാത്രമേ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? റെക്ടാംഗിൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ.
Thus, a larger set of quadrilateral exists in which the opposite sides are parallel. Such quadrilateral are called parallelogram. ഇങ്ങനത്തെ ക്വാഡ്രിലാറ്ററൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം. പാരലോഗ്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ അത് പക്ഷെ എല്ലാ ആംഗിള് 90 ഡിഗ്രി ആവില്ല. അങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ പാരലോഗ്രാം എന്ന് പറയും. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.